An ordinary man, സാധാരണയാള്, a fisherman, ഒരു മീൻപിടുത്തക്കാരൻ. People said he's unschooled man. ആ ആളുകൾ പറഞ്ഞു അവൻ പഠിപ്പില്ലാത്തവനാണ്. When he stood up and preached, അവൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. 3,000 people accepted that message and were baptized. ആ 3000 പേര് സന്ദേശം സ്വീകരിച്ച് സ്നാനപ്പെടാനിടയായി. It was not the greatness of Peter. അത് പത്രോസിന്റെ മഹത്വം കൊണ്ടല്ല. People make Peter great today. ഇന്ന് പത്രോസ് ഒരുപക്ഷെ വലിയ ആളായിട്ട് കണക്കാക്കുന്നുണ്ടാകും. Saint Peter and so many things in that name. ആ പത്രോസിന്റെ പേര് ധാരാളം കാര്യങ്ങൾ ഇന്നുണ്ട്. But the men of those days said he's an unschooled man. എന്നാൽ അന്നത്തെ ഉള്ള ആളുകൾ പറഞ്ഞത് അവൻ പഠിപ്പില്ലാത്തവനാണെന്നാണ്. But God used them. എന്നാൽ ദൈവം അവനെ ഉപയോഗിച്ചു. Beloved, mysteries of the word of God is revealed not by the intellect of the people. ദൈവത്തിന്റെ മർമ്മങ്ങൾ ബുദ്ധിമാന്മാർക്കല്ല ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. It is revealed by the Holy Spirit of God. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തി കൊടുത്തതാണ്. And the Holy Spirit is given to every believer. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എല്ലാ വിശ്വാസികൾക്കും നൽകിയിട്ടുണ്ട്. Whether you are big or small, that doesn't make a difference to God. നിങ്ങൾ വലിയവരോ ചെറിയവരോ എന്നുള്ള ദൈവത്തിന് പ്രശ്നമല്ല. So God can reveal the mysteries to you. ദൈവത്തിന് ദൈവിക മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ കഴിയും. And when he reveals the mysteries, ദൈവം ആ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരുമ്പോൾ he has a responsibility entrusted to you. ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിക്കുന്നു. If you turn with me to 1 Corinthians chapter 4 and verse 1. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, There Paul and the apostles are telling, we are the stewards of the mysteries of God. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞങ്ങൾ ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാണ്. The stewards of the mysteries of God. ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാർ. So the responsibility of the believers who have received these mysteries, ഈ ദൈവിക മർമ്മങ്ങൾ ലഭിച്ചിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വം, they have a stewardship given to them. അവർക്കൊരു ഗ്രഹവിചാരകത്വം നൽകിയിട്ടുണ്ട്. They have to be faithful in that. അതിൽ അവർ വിശ്വസ്തരായിരിക്കണം. What do you have to do with that? അതുകൊണ്ട് അവർ എന്താ ചെയ്യേണ്ടത്? My brother was explaining all the past 1 hour about that. ആ കഴിഞ്ഞ 1 മണിക്കൂർ പ്രിയ സഹോദരൻ അതിനെക്കുറിച്ച് പറയുകയായിരുന്നു. Take these mysteries to the world. ഈ ലോകത്തിലേക്ക് ആ മർമ്മം കൊണ്ട് പോകുക. Unfold the mysteries to the world. ലോകത്തിന് അത് വെളിപ്പെടുത്തി കൊടുക്കുക. Use the simple illustration. ആ സാധാരണ ഉദാഹരണങ്ങളിലൂടെ Go to the common people of the world. ഈ ലോകത്തിലെ സാധാരണക്കാരായ ആളുകളുടെ അടുക്കലേക്ക് പോവുക. Be a faithful steward. ഒരു വിശ്വസ്തനായ ഗ്രഹവിചാരകനായിരിക്കുക. That is why the Lord Jesus used the parables. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഈ ഉപമകൾ ഉപയോഗിച്ചത്. And he continues his parables here. ഇവിടെ ആ ഉപമ താൻ തുടരുകയാണ്. Now we will come to the passage that we read initially. നാം ആദ്യമായിട്ട് വായിച്ച വേദഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. Matthew's Gospel chapter 13 verse 24 to 30. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. Here he is talking about the kingdom of heaven is like a man who sowed good seed in his field. ഇവിടെ നാം വായിക്കുന്നത് ഒരു മനുഷ്യൻ തന്റെ വയലിൽ വിതച്ച വിത്തിനോടാണ് സ്വർഗ്ഗരാജ്യത്തെ ഉപമിച്ചിരിക്കുന്നത്. He is not telling that the field or the seed is the kingdom of God. ഈ വിത്ത് ദൈവരാജ്യമാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. He never says the field is the kingdom of God. ഈ വയലാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. He uses the term in the English version, he uses the term like a field. Like a field. ഇത് വയല് പോലെ എന്ന പ്രയോഗമാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. That is a comparison. ഇവിടെ നമുക്കൊരു താരതമ്യ ചിന്തനമാണ് കാണാൻ കഴിയുന്നത്. The Lord was teaching. കർത്താവ് പഠിപ്പിക്കുമ്പോൾ he was teaching the divine truth that was in heaven. സ്വർഗ്ഗത്തിലെ ആ ആത്മികമായ സത്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. No man has ever seen that. അത് ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. No man has ever understood fully that. അത് പൂർണ്ണമായി ഒരു മനുഷ്യനും ഗ്രഹിച്ചിട്ടില്ല. It would not have come down to this earth unless the Lord would have brought it down. യേശുക്രിസ്തു അത് ലോകത്തിലേക്ക് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. There was no one else who was worthy to bring it down. ആർക്കും അത് പോയി കൊണ്ടുവരുവാൻ കഴിയുമായിരുന്നില്ല. In the Gospel of John chapter 1 and verse 17 you read like this. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. Moses, the law was brought through Moses. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു. But the grace and truth is brought through by the Lord Jesus Christ. എന്നാൽ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. Now these are two things that was hidden in heaven. ഈ 2 കാര്യങ്ങൾ സ്വർഗ്ഗത്തിൽ നിറഞ്ഞിരുന്നതായിരുന്നു. The truth, ആ സത്യം, which is the word of God. അത് ദൈവത്തിന്റെ വചനമായിരുന്നു. The grace, അത് കൃപ, which belongs to God. അത് ദൈവത്തിന് അവകാശപ്പെട്ടതായിരുന്നു. Heaven was the abode of the truth and the grace. ആ സ്വർഗ്ഗം കൃപയും സത്യം കൊണ്ട് നിറഞ്ഞതായിരുന്നു. And 2000 years ago, എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് God sent his son with this message. ദൈവം ആ സന്ദേശവുമായി തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. Go to the world. ലോകത്തിലേക്ക് പോകുക. Take the truth and grace unto them. കൃപയും സത്യവും അവർക്ക് പകർന്നു കൊടുക്കുക. He brought it. അവൻ ഇത് കൊണ്ടുവന്നു. He
unfold it to mankind. മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. Yes, beloved, today we have this with us. ഇന്ന് അത് നമുക്ക് നമ്മുടെ കൈവശമുണ്ട്. But if we have to understand that, നാം അത് മനസ്സിലാക്കുമ്പോൾ it should be spoken in our language. അത് നമ്മുടെ ഭാഷയിൽ നമ്മോട് സംസാരിക്കും. It should be given to us in such a way that we can comprehend. അത് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്ന ഭാഷയിൽ അത് ലഭിച്ചിരിക്കുന്നു. When you think of a child, നാം ഒരു കൊച്ചു കുട്ടിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, if you want to explain what is a cow, എന്താണ് പശു എന്നുള്ളത് നമ്മൾ ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, if the child has never seen a cow, ഒരു പശുവിനെ ആ കുട്ടി കണ്ടിട്ടില്ലെങ്കിൽ it will be very difficult to explain it to that child. ആ കുട്ടിക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. You will be telling something, നമ്മൾ എന്തെങ്കിലും പറയും, and child will be understanding something else. ആ കുട്ടി വേറെ എന്തെങ്കിലും മനസ്സിലാക്കും. So if the best way to explain it to the child, ആ കുട്ടിക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഏറ്റവും മെച്ചമായ മാർഗം, compare it to something with which the child is familiar. ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്തെങ്കിലുമായിട്ട് അതിനെ താരതമ്യം ചെയ്യുക. That is what the Lord is doing. അതാണ് നമ്മുടെ കർത്താവ് ചെയ്തത്. So when he is talking about the field and the seed and the sower and such things, ഇവിടെ വിതയ്ക്കുന്നവനെയും വയലിനെയും വിത്തിനെയും കുറിച്ച് നമ്മുടെ കർത്താവ് പറയുമ്പോൾ, that exactly literally is not the kingdom of God. ആ കർത്താവ് അത് തന്റെ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. That is not the heaven itself. അത് സ്വർഗം എന്നുള്ള അർത്ഥത്തിലല്ല. But if he says there is something called as heaven, നാം സ്വർഗം എന്നുള്ള കാര്യം പറയുമ്പോൾ we will not understand that. നാം അത് മനസ്സിലാക്കുന്നില്ല. So he compared it to something that is familiar with mankind. മനുഷ്യന് മനസ്സിലാകുന്ന ഒന്നിനോട് അതിനെ താരതമ്യം ചെയ്യുകയാണ്. So the parables are comparisons. അതുകൊണ്ട് ഉപമകൾ എന്ന് പറയുന്നത് താരതമ്യ ചിന്തനമാണ്. And through that the Spirit of God reveals his truth to us. അതിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില സത്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. And we need to understand that. നാം അത് മനസ്സിലാക്കണം. And those who understand that, അത് മനസ്സിലാക്കുന്നവർ, it is about them he says in chapter 13 and verse 16. അതുകൊണ്ട് അവരെ കുറിച്ചാണ് 13-26 വാക്യത്തിൽ വായിക്കുന്നത്. 16 വാക്യത്തിൽ They are blessed. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. The blessed are the ones who understand the mysteries of God. ദൈവത്തിന്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. Now in verse 24, 24 വാക്യം, this man came and sowed good seed in his field. തന്റെ വയലിൽ താൻ നല്ല വിത്ത് വിതച്ചു. Good seed. നല്ല വിത്ത്. Now the man from the kingdom of God, ഈ സ്വർഗരാജ്യത്തിന്റെ മനുഷ്യൻ, he will sow only the good seed. അവൻ നല്ല വിത്ത് വിതയ്ക്കുകയുള്ളൂ. Well, it is our Lord Jesus Christ who came down to this world. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. Who sowed the seed on the face of the earth. അവൻ ഈ ലോകത്തിൽ വിത്ത് വിതച്ചവനാണ്. And he has entrusted the seed into our hands and gone. അവൻ ആ വിത്ത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. We are given the responsibility to go and sow it. നമുക്ക് ഇന്ന് ലോകത്തിലേക്ക് പോയി വിതയ്ക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. Whatever comes from the kingdom of God, ആ സ്വർഗരാജ്യത്ത് എന്തെല്ലാം വരുന്നുവോ, they are all good things. അതെല്ലാം നല്ല കാര്യങ്ങളാണ്. Nothing bad can come from heaven. മോശമായിട്ടുള്ളതൊന്നും സ്വർഗത്തിൽ നിന്ന് വരുവാൻ കഴിയുകയില്ല. The shepherd Jesus Christ himself, യേശുക്രിസ്തു തന്നെ, when he introduced himself to his disciples, താൻ തന്നെ തന്റെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്. he never said that I am the shepherd. ഞാൻ ഇടയൻ എന്നല്ല പരിചയപ്പെടുത്തിയത്, I am a good shepherd. ഞാൻ നല്ല ഇടയൻ. He was always telling the truth. താൻ എപ്പോഴും സത്യമാണ് പറയുന്നത്. He is the good shepherd. ഞാൻ നല്ല ഇടയനാണ്. Now if you turn to Matthew's Gospel chapter 19 and verse 16, മത്തായിയുടെ സുവിശേഷം 19-16 വാക്യത്തിലേക്ക് തിരിയുമ്പോൾ, a man out of the bloom comes to him and says like this. A man comes and tells him like this. ഒരു മനുഷ്യൻ വന്ന് ഇങ്ങനെ പറയുന്നു, good teacher. നല്ല ഗുരു എന്നാണ്. Good teacher. നല്ല ഗുരു. Immediately the Lord asked him a question. പെട്ടെന്ന് നമ്മുടെ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. Why do you call me good? നീ എന്തിനാണ് എന്നെ നല്ലവനെന്ന് പറയുന്നത്? Doesn't mean that he was not good. ഞാൻ നല്ലവൻ അല്ല എന്ന അർത്ഥത്തിലല്ല. Why do you call me good? പിന്നെ എന്തിനാണ് എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? Only God is good. ദൈവം നല്ലവനാണ്. So if you want to call me a good teacher, നിങ്ങൾ എന്നെ നല്ല ഗുരു എന്ന് വിളിക്കുമ്പോൾ, you should understand that I am God. ഞാൻ കർത്താവാണ് നിങ്ങൾ മനസ്സിലാക്കുന്നു. I am the son of God. ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. I come from heaven. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. Without understanding, അത് മനസ്സിലാക്കാതെ why do you call me good? എന്തിനാണ് എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? Now even without understanding, അത് മനസ്സിലാക്കാതെ people who heard his teachings, അവന്റെ വചനമാലികൾ ശ്രദ്ധിച്ചു.
they were understanding he is a good man. അവൻ നല്ല മനുഷ്യനാണെന്ന് ആളുകൾക്ക് മനസ്സിലായി. The very social life of himself was presenting a good life before others. തന്റെ സാമൂഹിക ജീവിതം തന്നെ മറ്റുള്ളവർക്ക് നല്ലവനെന്ന നിലയിലാണ് താൻ കാഴ്ചവെച്ചത്. Beloved, nothing bad can come from heaven. സ്വർഗ്ഗത്തിൽ നിന്ന് മോശമായിട്ടുള്ളതൊന്നും വരുവാൻ കഴിയുകയില്ല. He is the good, the one who sows the good thing. വിതയ്ക്കുന്നവൻ അവൻ നല്ലതാണ് വിതച്ചത്. In the book of Genesis chapter 1 we read about the creation. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം സൃഷ്ടിയെക്കുറിച്ച് വായിക്കുന്നു. If you read the account of the creation there, ആ സൃഷ്ടിയുടെ ആ പട്ടിക നാം വായിക്കുമ്പോൾ, after each creation we read one sentence like this. ഓരോ സൃഷ്ടിക്ക് ശേഷമായിട്ട് നാം ഒരു പ്രത്യേക പ്രസ്താവന വായിക്കുന്നുണ്ട്. And God saw it was good. ദൈവം അത് നല്ലത് എന്ന് കണ്ടു. And God saw it was good. ദൈവം നല്ലത് എന്ന് കണ്ടു. This statement is repeated there. ആ പ്രസ്താവന അവിടെ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. And at the end of that, when you come to verse 31, 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, there he has created man. അവിടെ മനുഷ്യനെ സൃഷ്ടിച്ചു. That the creation is completed. അവിടെ സൃഷ്ടി പൂർത്തീകരിക്കപ്പെട്ടു. And then what is God telling there? പിന്നീട് കർത്താവ് പറയുന്നത്, And God saw it was very good. ആ ദൈവം പറഞ്ഞതെല്ലാം വളരെ നല്ലത്. It was all good. അത് നല്ലത്, it was good, ഇത് നല്ലത്. But when he created man, മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ, it became very good. ഇത് വളരെ നല്ലത്. When he thinks of man, he gives a superlative degree to him. മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് കൊടുത്തിരിക്കുന്നത്. Man can make the good things very good things. മനുഷ്യനെ ദൈവത്തിന് നല്ല കാര്യങ്ങൾ, വളരെ നല്ല കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. God values man so much. മനുഷ്യന്റെ ജീവിതത്തിന് ദൈവം വലിയ വില കൊടുക്കുന്നു. God values human beings so much. മനുഷ്യവർഗത്തിന് ദൈവം വലിയ വിലയാണ് കൊടുക്കുന്നത്. God values you and me so much. എനിക്കും നിങ്ങൾക്കും ദൈവം വലിയ വില കൽപ്പിക്കുന്നു. Even the simplest man is so much valued in the eyes of God. ഒരു സാധാരണ മനുഷ്യനും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ മൂല്യമുള്ളവനാണ്. So the things that were good has become very good. സാധാരണ നല്ല കാര്യങ്ങൾ അത് ദൈവമുമ്പാകെ വലിയ നല്ല കാര്യങ്ങളാകുന്നു. Yes, the man of the kingdom comes and sows the good seed. സ്വർഗ്ഗത്തിന്റെ മനുഷ്യൻ വന്ന് വിത്ത് വിതയ്ക്കുകയാണ്. Whatever God gives, whatever God does, whatever comes from above, it is all good. ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ, സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ എല്ലാം നല്ലതാണ്. Beloved, I want to tell you one thing today. പ്രിയപ്പെട്ടവർ, ഞാനൊരു കാര്യം പറയട്ടെ. If you are grieved somewhere in your life, നിങ്ങളുടെ ജീവിതത്തിൽ ചില വിധത്തിലുള്ള ദുഃഖങ്ങളുണ്ടെങ്കിൽ, if there is something that has hurt you so much, ചില കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലെ വേദന ഉളവാക്കിയിട്ടുണ്ടെങ്കിൽ, don't ever think it is bad thing that has come to me. അതെനിക്ക് മോശമായ കാര്യങ്ങളാണ് വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. If you believe that it is God who is in control, ദൈവമാണ് നിയന്ത്രിക്കുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, it will turn into good. അത് നല്ലതായിട്ട് മാറുക തന്നെ ചെയ്യും. Because God is in control. കാരണം ദൈവമാണ് നിയന്ത്രിക്കുന്നയാൾ. In the book of Romans, when Paul writes, he says like this. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ, all things work for the good of those who love him, who are called by him. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു. Nothing bad can happen to a child of God. ഒരു ദൈവവേദന മോശമായിട്ടൊന്നും സംഭവിക്കുകയില്ല. If you are a child of God, നീ ഒരു ദൈവവേദനാണെങ്കിൽ, who is trusting in God, അവനിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ, who is abiding in the word of God, ദൈവവചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, who is faithful in the vineyard of God, ദൈവത്തിന്റെ വയൽപ്രദേശത്ത് വിശ്വസ്തരായിട്ട് നിൽക്കുന്നവരെങ്കിൽ, even if you pass through the painful situation, ഒരുപക്ഷെ വേദനാജനകമായ സാഹചര്യത്തിലൂടെ കടന്നുപോയാലും, nothing bad can happen to you. നിങ്ങളുടെ ജീവിതത്തിൽ ദോഷമായിട്ടൊന്നും സംഭവിക്കുകയില്ല. Our God can never do anything bad to us. നാം ദൈവത്തിന് ദോഷമായിട്ടൊന്നും നമ്മോട് ചെയ്യാൻ കഴിയുകയില്ല. He is good. അവൻ നല്ലവനാണ്. Our God is good.